സന്ദീപ് ലീഡ് റോൾ വരുന്ന പടത്തിൽ നായികയാണ്. സന്ദീപിന്റെ പേരായിട്ടാണ് വരുന്നത്. അതെ അതെ അതെ, ഞാൻ സന്ദീപിന്റെ ഓൾറെഡി ഫാനായിരുന്നു. ഏക്കോ കണ്ടിട്ട് ഇനിയും ഫാനായി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും പറയാമോ? എനിക്ക് പേടിയോ വല്ലതും പറഞ്ഞാൽ പടം മൊത്തത്തിലൊരു ഫാന്റസി പടമാണ്. അതെ 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 അതെ, ഫാന്റസിയാണ്. അടിച്ചിരിക്കാനും ഉണ്ട്, എക്സൈറ്റ്മെന്റും ഉണ്ട്. അതെ അതെ, എനിക്ക് എക്സ്പെക്ടേഷൻ എത്രത്തോളം ഉണ്ട്? അയ്യോ, എനിക്ക് ഇതിനേക്കാളും മല കടന്നു പോയെന്നൊക്കെ പറഞ്ഞ പോലെ ഈ കുഞ്ഞു മലയുടെ അത്രയും ഉയരത്തിലുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. ഐ മീൻ ടീമിനെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഓ മൈ ഗോഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി അമേസിങ്. പിന്നെ സ്ക്രിപ്റ്റും കൂടെ കേട്ടപ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയത്. വേഗം എടുത്ത് പുറത്തേക്ക് സോഫിയ മാം ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ്, ഐ മീൻ അവരുടെ എല്ലാ പ്രോജക്റ്റും ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. നോട്ട് ജസ്റ്റ് വൺസ്, 2-3 തവണയൊക്കെ കണ്ടിട്ടുള്ള പ്രോജക്ട്സ് അല്ലേ. അപ്പോൾ മാമിൻ്റെ കൂടെ കേട്ടപ്പോൾ ഐ മീൻ ഈ ഒരു തരം സിനർജി മാമും സന്ദീപും അഭിചേട്ടനും എല്ലാം കൂടെ ഉള്ള ഫൈറ്ററും എല്ലാം കൂടെ ഉള്ള ഇറ്റ്സ് ഗോയിങ് ടു ബി മാജിക് ഐ തിങ്ക്. മലയാളത്തിൽ ആദ്യമായിട്ട് മൂവി കേസ് തമിഴിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അരുൺ സാറിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. അപ്പോൾ അരുൺ സാറ് വിളിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, കുഞ്ഞൊരു സംഭവം, അല്ലാണ്ട് വലുതായിട്ടൊന്നും അല്ല. ഇനിയും തുടർന്ന് മലയാളത്തിലും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. റിയ ജിത്തു. താങ്ക് യു.